നമ്മുടെ കയ്യിരിക്കുന്ന പിച്ചാത്തി നമുക്ക് കോഴി മുറിക്കണമോ പിച്ചിപ്പൂ വെട്ടണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. ഒരു അമ്മ പ്രസവിച്ച 390 മക്കൾ, അതിൽ ആദ്യത്തെ ഉള്ളയാളും അവസാനത്തെ ഉള്ളയാളും. ആദ്യത്തെ ഉള്ളയാൾ കരിങ്കുട്ടി ശാസ്താവും, അവസാനത്തെ ആൾ പൊന്നുണ്ണി വിഷ്ണുമായി. കുട്ടിച്ചാത്തൻ സേവ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, ചാത്തൻ സേവ നമ്മൾ ശാസ്താവിനെ പൂജിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മൾ ശബരിമല ശാസ്താവിനെ കുറിച്ച് പറയുന്നത് കരിങ്കുട്ടി ചാത്തൻ എന്നാണ്. ഇപ്പോൾ പറയുന്നു പലരും ശാസ്താവിനോട് ഉപമിക്കുന്നു. ആ ശക്തിക്ക് നമ്മുടെ ദുരിതങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എന്താണെങ്കിലും നമ്മൾ ഒരുപാട് പേരുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇത് നല്ലതിനും ചീത്തയ്ക്കും വേണ്ടി ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട്. അത് ഏത് ദൈവസങ്കല്പമാണ്? അത് യഥാർത്ഥ കുട്ടി ശാസ്താവ്. നമുക്ക് വേണമെങ്കിൽ ശിവന്റെ വടുക ഭൈരവൻ എന്ന് പറയാം. അങ്ങ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അതായത് നമ്മുടെ ചാത്തൻ സേവ, ചാത്തൻ സേവയും പൂജ ചെയ്യുന്ന ഒരുപാട് പേര് കേരളത്തിലുണ്ട്. പലരും പല അഭിപ്രായങ്ങളാണ് പറയുന്നത്. അത്തരം പൂജകൾ ചെയ്താൽ സാധാരണ വ്യക്തികൾക്ക് ഗുണമുണ്ടോ? അല്ല, യഥാർത്ഥത്തിലുള്ള ചാത്തൻ സേവ ചെയ്തു കഴിഞ്ഞാൽ ഗുണമാണ്. യഥാർത്ഥത്തിൽ ഇത് നമ്മൾ സേവ ചെയ്യണോ അതോ അവിടെ പോയി തൊഴുന്നത്? രണ്ട്. ഇപ്പോൾ ഇവിടെ ഇവർ ചെയ്യുന്നതെല്ലാം സേവയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ അതിലേക്ക് എത്തിക്കുക, അവരുടെ കറക്റ്റ് ശിഷ്യ പരമ്പരയിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അവർ സ്ഥിരം വിഷ്ണുമായ. ഇത് 390 പേരാണ് കുട്ടിച്ചാത്തന്മാരെന്ന് പറയുന്നത്. 390 പേരാണ്. ഈ 300 എന്നാണ് പറയുന്നത്, കൂടുതലുണ്ടെന്ന് പറയുന്നവരുണ്ട്, പറക്കണക്കിനുണ്ടെന്ന് പറയുന്നുണ്ട്. ഇത് കണക്കനുസരിച്ച് 390 ചാത്തന്മാരാണ്. ഇതിനകത്ത് കാട്ടുമാടൻ നമ്പൂതിരിമാരാണ്. കാട്ടുമാടം, പിന്നെ ഈ കാളകാട് എന്നീ 2 ഇല്ലങ്ങളിലാണ് ചാത്തൻ സേവയുടെ മൂലസ്ഥാനം. അപ്പോൾ അതിനുശേഷം തൃശ്ശൂർ ഭാഗത്ത് ഒരുപാടുണ്ട്. ഇത് പറയുന്നത് ഞാൻ നമ്മുടെ കേട്ടറിവ് അല്ലെങ്കിൽ നമ്മൾ അന്വേഷിച്ച് പോയതിൻ്റെ അറിവ്, മൂലസ്ഥാനം ഈ കാളകാട് നമ്പൂതിരിയിൽ ഒരു താഴ്ന്ന സ്ത്രീയിൽ ജനിച്ച ഒരു തലതെറിച്ച കുട്ടി എന്ന് വേണമെങ്കിൽ പറയാം. തലതെറിച്ച കുട്ടിയെ എങ്ങനെ പിന്നെ ഈ കളകാട്ട് അച്ഛൻ്റെ, കളകാട്ട് തിരുമേനിയുടെ പിന്നെ മോശമായി, ആ വീട്ടിൽ മോശമായി അവരുടെ അടുത്ത് വളർത്തുകയും മോശമായി പെരുമാറുകയും ഇദ്ദേഹത്തെ 400 വെട്ടിമുറിച്ച് ഹവനം ചെയ്യുകയും എന്തൊക്കെയാണോ വെട്ടിമുറിച്ച് ആയിട്ട് ഹവനം ചെയ്യാൻ ഉപയോഗിച്ച് അതെല്ലാമായി ചാത്തന്മാർ മാറി എന്നൊരു കഥയുണ്ട്. അങ്ങനെ ഒരു കഥ, കുട്ടിയെ 400 വെട്ടി 400 ചാത്തന്മാരായി പിന്നെയും വന്നു എന്നൊരു കഥയുണ്ട്. പിന്നെ രണ്ടാമത് നമ്മുടെ കൂളിവാകയിൽ ശിവന് പുറന്ന സമ്പ്രദായം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. പാലക്കാട് ഭാഗത്ത് ഉള്ള നമ്മുടെ ഒരു സ്ഥലത്തും ഇതുപോലെ ചാത്തന്മാരുടെ കേന്ദ്രം അവിടെ നിന്നാണ്. അങ്ങനെ 3 ഭാഗത്ത് പറയുന്നുണ്ട്. കേരളത്തിൽ 3 ഭാഗത്ത് ചാത്തൻ 3 രീതിയിൽ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമ്പ്രദായത്തിൽ, ഈ ചാത്തൻ സമ്പ്രദായത്തിൽ പിന്നെ എനിക്ക് തോന്നിയിടത്തോളം ഈ മൂർത്തിയുണ്ട് എന്നുള്ളതാണ്. മൂർത്തിയുണ്ട് എന്നുള്ളതാണ്. അത് ഏത് ദൈവസങ്കല്പമാണ്? അത് യഥാർത്ഥ കുട്ടി ശാസ്താവ്. നമുക്ക് വേണമെങ്കിൽ ശിവന്റെ വടുക ഭൈരവൻ എന്ന് പറയാം. വേണമെങ്കിൽ പറയാം. ശിവന്റെ വടുക ഭൈരവ മൂർത്തിയാണ് പറഞ്ഞ മനസ്സിലായി എന്ന് പറയാം. നമുക്ക് ആ രീതിയിൽ നമുക്ക് പറയാം. ഇത് 390 പേരാണ്. എന്താണെങ്കിൽ 390 തലതെറിച്ച പിള്ളേർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എല്ലാം കുട്ടികളാണ്. പിന്നെ അവരെ ബാലശാസ്താവ്, പിന്നെ വടുക ശാസ്താവ്, ശാസ്താവിനെയും ചാത്തനെയും കൂടെ ചേർന്ന് കൊണ്ടുവന്ന് ക്ലിപ്പ് ചെയ്തിട്ടുണ്ട്. ഈ വനശാസ്താവ് എന്ന് പറയുന്നത് വനശാസ്താവ് വേറെ, ശാസ്താവ് ദുർഗ, അത് പരശുരാമൻ പ്രതിഷ്ഠിച്ചത്. പക്ഷേ ഇവരെല്ലാം ഇപ്പോൾ ശാസ്താവിലേക്ക് ഇതിനെ കൊണ്ടുവന്ന് ലയിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും ശാസ്താവിലേക്ക്. ഇതാണ് ചാത്തൻ. പക്ഷെ നമ്മൾ അന്വേഷിച്ച് പോയപ്പോൾ വടുക ഭൈരവനെ ശാസ്താവ് എന്ന് പറയാം. വടുക ഭൈരവനെ ശാസ്താവ് എന്ന് പറയാം. പിന്നെ എന്താ, കാളകാട്, കാട്ടുമാടം, കല്ലടിക്കോട്, പിന്നെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് ഒരുപാട് മഠങ്ങൾ. ഇതാണ് ഇവർ മൊത്തത്തിൽ കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പോൾ ഒരുപാട് പേര് കുമിളുകൾ പോലെ പിന്നെ കുട്ടിച്ചാത്തൻ മഠങ്ങൾ രംഗത്ത് വരുന്നുണ്ട്. ഒരുപാട് പരസ്യമുണ്ട്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉണ്ട്, തിരുവനന്തപുരത്ത് തന്നെ ഒരുപാടടുത്ത് പറയുന്നുണ്ട്. ഇത് എത്രത്തോളം ഇത് വിജയമാണ് എന്ന് ചോദിച്ചാൽ പോകുന്നവർക്കേ അറിയാം. ഇത് കരിങ്കുട്ടിച്ചാത്തൻ എന്ന് പറയുന്നുണ്ട്, മൂത്ത ചാത്തൻ കരിങ്കുട്ടിയും ഇളയ ചാത്തൻ പൊന്നുണ്ണി വിഷ്ണുമായും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇവർ ശബരിമല ശാസ്താവുമായി ഇതിനെ കൊണ്ടുവന്ന് കൂട്ടിക്കെട്ടുന്നുമുണ്ട്. പുതിയ കഥകളൊക്കെ ഇവരുണ്ടാക്കുന്നുണ്ട്. പുതിയ കഥകൾ പല ദേവതമാർക്കും പുതിയ കഥകളാണ് കൊണ്ടുവരുന്നത്. അതല്ല എന്ന് പറയാനും പറ്റില്ല.
എങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇവരിത് കൊണ്ടുവന്ന് വെച്ചിട്ട് പോകുന്നവർക്ക് എത്രത്തോളം ഗുണമുണ്ട് എന്നെനിക്കറിയില്ല. ചിലർക്കെല്ലാം പറയുന്നു വളരെ ഗുണമാണെന്ന് പറയുന്നു, ചിലർ പറയുന്നു പിന്നെ അത്രയല്ല, എല്ലാം ഒരുപോലെ തന്നെയാണ് പറയുന്നത്. പിന്നെ ചില മഠങ്ങൾ പറയുന്നു ഇത് ശാസ്താവാണ്, കുട്ടി ശാസ്താവാണ് എന്ന് ചില മഠങ്ങൾ പറയുന്നു. ചിലർ പറയുന്നു അല്ല, ഇത് കുട്ടി ചാത്തനാണ് എന്ന് പറയുന്നു. എന്തായിരുന്നാലും ഇത് കഥയിലൊരു 390 വരുന്നുണ്ട്. 390 തലതെറിച്ച പിള്ളേരെന്നും പറയുന്നുണ്ട്. പിന്നെ നമ്മളിത് തേടിപ്പോയപ്പോൾ കണ്ടില്ലേ, വടുക ഭൈരവൻ്റെ അംശം എന്ന് പറയപ്പെടുന്നുണ്ട്. ശിവൻ്റെ തന്നെ പൊക്കം കുറഞ്ഞ വടുക ഭൈരവ അംശം, ആഗ്നേയ അംശം. കാരണം ഇതിൻ്റെ മന്ത്രങ്ങളിലെല്ലാം രം ചില മന്ത്രങ്ങൾ വരുന്നുണ്ട്. രം എന്ന ബീജാക്ഷരം വരുന്നുണ്ട്. അതുമായിട്ടൊക്കെ അത് മാന്ത്രികത്തിലൊക്കെയാണ്. അപ്പം ആ ഒരു അക്ഷരത്തിൻ്റെ സമ്പ്രദായമൊക്കെ വെച്ച് പിന്നെ ഒരുപാട് മന്ത്രങ്ങൾ വരുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല. അപ്പം അതിൽ ചില മന്ത്രങ്ങൾ ഈ മന്ത്രത്തിൽ ഈ ആഗ്നേയ ബീജം അടുത്തെടുത്ത് പറയുന്നുണ്ട്. എന്തായിരുന്നാലും ഇങ്ങനെ ഒരു ചൈതന്യം ഉണ്ട് എന്ന് എല്ലാവരും വിശ്വസിക്കുന്നവർ വിശ്വസിക്കട്ടെ. അത് ഈ പറഞ്ഞ ചൈതന്യം നമ്മൾ തേടി പോകുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങൾ ഈ അങ്ങനെ അല്ലെങ്കിൽ ഇവര് കണ്ടെത്തിയ ഒരു ശക്തിയാണെങ്കിൽ, ഇപ്പൊ പറയുന്നത് പലരും ശാസ്താവിനോട് ഉപമിക്കുന്നു, ആ ശക്തിക്ക് നമ്മുടെ ദുരിതങ്ങൾ മാറ്റാനുള്ള കഴിവുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതെന്താണെങ്കിലും നമ്മൾ ഒരുപാട് പേരുമായി സംസാരിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇത് നല്ലതിനും ചീത്തയ്ക്കും വേണ്ടി ഒരുപാട് പേർ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഉപാസകൻ്റെ പിന്നെ ബലം പോലെ ഇരിക്കും ഇതൊക്കെ. അതായത് ഉപാസകൻ്റെ ബലം പോലെ ഇരിക്കും. മോശത്തിന് ചെയ്യുന്നവരെ എനിക്കറിയാം, നല്ലതിന് ചെയ്യുന്നവരെ എനിക്കറിയാം. ഇതൊന്നും ചെയ്യാതെ ചില ഇല്ലങ്ങളിൽ നമ്മൾ സാധാരണ പൂജ, ദേവിക്ക് പൂജ ചെയ്യുമ്പോൾ പൂജ ചെയ്ത് പോകുന്നവരുണ്ട്. മദ്യമോ മാംസമോ ഒന്നും പൂജ ചെയ്യാതെ പോകുന്നുണ്ട്, വെച്ച് പൂജ ചെയ്യുന്നതാണ്. ഇവരിപ്പോൾ സാധാരണ ചെയ്യുന്നത് പിന്നെ മദ്യവും മാംസവും വെച്ചിട്ട് ഇത് കൗളമെന്ന് പറയും. പുരുഷ ദേവതമാർക്ക് കൗളമില്ല എന്നുള്ളൊരു സത്യം പോലും ഈ മന്ത്രവാദിക്ക് അറിഞ്ഞുകൂടാ. കൗളം വരുന്നത് ദേവിക്കാം. കൗള മാർഗത്തിലെ പൂജ ശിവനും ശക്തിയാണ്. പുരുഷ ദേവതയുണ്ട്, അതിൽ ശിവനും ശക്തിക്കുക. കൗളമാർഗത്തിലെ പൂജ ഇത് കുട്ടിശാസ്ത്രത്തിൽ കൗളത്തിലെ പൂജയല്ല, ഇത് കുലാചാരമാണ്, ദ്രാവിഡ ആചാരമാണ്. അല്ല എല്ലാവരും വളരെ ഇതായിട്ട് പറഞ്ഞു, ഇപ്പോൾ ഞാൻ കൗളത്തിലാണ് പൂജ ചെയ്യുന്നത്, നമ്മൾ ചിരിക്കും. അതിന് സിസ്റ്റം ഉള്ളതാണ് കൗളം. ഇത് കുലാചാരമാണ്. മദ്യവും മാംസവും ഉപയോഗിക്കും. ഇത് ഉപയോഗിക്കാത്ത ഇല്ലങ്ങളിവിടെ ഉണ്ട്. ശാസ്താവിനെ പൂജിക്കുന്ന കുട്ടിച്ചാത്തനായി പൂജിക്കുന്ന ഇല്ലങ്ങളുണ്ട്. അവർ സാധാരണ നിവേദ്യമാണ് കൊടുക്കുന്നത്. അവരുമായിട്ടൊക്കെ നമ്മൾ നല്ല സൗഹൃദങ്ങളുള്ളവരുണ്ട്. അവർ സാധാരണ നിവേദ്യമാണ് കൊടുക്കുന്നത്. ഇതൊന്നും ചെയ്യാതെ ഇതിൻ്റെ ഒരു പടം എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്നവരുണ്ട്. ഇത് എല്ലാ ഇതിലും ഉള്ളതുപോലെ ഇതിനകത്തും നല്ലതും ചീത്തയും. പക്ഷേ ഈ ദേവതയ്ക്ക് ചൈതന്യമുണ്ട്, അത് ഞാൻ പറയാം. ഈ വനത്തിലൊക്കെ പൂജ ചെയ്യുന്നവർ അവരുടെ ഇഷ്ടത്തിനല്ലേ ചെയ്യുന്നത്? അതാണ് ഞാൻ പറയുന്നത്, കുലാചാരം എന്ന് പറയുന്നത്. അതെല്ലാം പാരമ്പര്യത്തിൽപ്പെട്ടതാണ്. ഇപ്പം അച്ഛൻ അപ്പൂപ്പൻ അതിൽ പഠിച്ചു വരുന്ന രീതികളാണ്. അത് അവരുടെ കുലാചാരമാണ്. ആചാരം തെറ്റല്ല. അതിലും ദേവത ഉപാസന നടത്താം. ഒരു മന്ത്രങ്ങളില്ലാതെ വിളിച്ചു ചൊല്ലുകൾ മാത്രം കൊണ്ട് പൂജ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ ഈ ഭാഗത്തുമൊക്കെ ഒരുപാട് പേരുണ്ട്. ബലിക്കുന്നുണ്ട്. ഇതിന് എത്രത്തോളം ചൈതന്യം ഉണ്ടോ എന്നുള്ളത് അത് ബലിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു സംശയം, ഈ ചില ആളുകൾ ശത്രുദോഷം, എനിക്ക് ശത്രുവാണ്, അപ്പോൾ അവിടെ പോയി ചെന്ന് കുറ്റിയടിച്ച് ഞാൻ അവൻ്റെ നാളും പേരൊക്കെ പറഞ്ഞ് കുറ്റിയടിച്ചു കഴിഞ്ഞാൽ അവൻ ഇത്ര ദിവസത്തിന് 90 ദിവസം 45 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട് 120 ദിവസമൊക്കെ ദിവസങ്ങൾ പറയുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റാണ്. കറക്റ്റാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. പലരും അടിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. എങ്ങനെ ഇങ്ങനെ നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് ചില ഭാഗങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ഓൾ കേരള മലയാളികളാണ്. പക്ഷേ കുറ്റിയടിച്ചു കഴിഞ്ഞാൽ ദോഷം മാറും. ഇത് ഇല്ല, ഒരിക്കലും ദോഷം ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. ദോഷം ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ദോഷം ചെയ്യുന്നു. എൻ്റെ അടുത്ത് തന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഒന്ന് പിണങ്ങിയപ്പോൾ എൻ്റെ അടുത്ത് ചോദിച്ചു, ഇത്രയും ദിവസം ആയല്ലോ നിങ്ങൾ മന്ത്രവാദി പൂജ എന്നൊക്കെ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ അടുത്ത് ഒന്ന് പിണങ്ങിയപ്പം ചോദിച്ചു, എനിക്കൊന്നും പറ്റിയില്ലല്ലോ. എങ്ങനെ ചെയ്തില്ല? അല്ല, ഇതാ മനസ്സിലാക്കേണ്ടത്, എനിക്കൊന്നും പറ്റില്ലല്ലോ. അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഒരു കർമ്മി, പഠിച്ചവൻ ആരാണോ പഠിച്ചവൻ, ഒരാൾക്കിട്ട് ദോഷം ചെയ്താൽ ഈ ചെയ്യുന്നവൻ്റെ 3 തലമുറ അനുഭവിക്കും. അറിയുന്നവൻ ചെയ്താൽ ഇപ്പം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നു എന്ന് വെച്ചു, നിങ്ങൾ മാത്രമല്ല ഇത് അനുഭവിക്കുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും, അതിൻ്റെ കുഞ്ഞുകൂടെ അനുഭവിക്കും. അപ്പോൾ ഈ ചെയ്യുന്ന എൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ 7 തലമുറ ഞാൻ മോക്ഷമില്ലാതെ നടക്കേണ്ടി വരും, അലയേണ്ടി വരും. അല്ലെങ്കിൽ എൻ്റെ തലമുറ, എൻ്റെ സഹോദരങ്ങൾ, ഞാനിപ്പോൾ ഒറ്റത്തടിയാണ്, കല്യാണം കഴിച്ചിട്ടില്ല. എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ, ഞാൻ വെച്ച് ആചരിക്കുന്ന ദേവത,
ഒക്കെ ഈ ദുരിതം അനുഭവിക്കേണ്ടി വരും. അതന്നെ ഈ പറഞ്ഞ ഈ വനവാസികളാണ് ഈ കൂടുതൽ ഭയങ്കര ഡേഞ്ചറാണ്. അവർ ചെയ്താൽ ഭയങ്കര തേക്കും എന്ന് പറയുന്നുണ്ട്. അല്ല, അത് പറയാൻ കാരണമുണ്ട്. അവരുടെ മനസ്സ് ശുദ്ധമാണ്. ഇത് ഏക്കും എന്ന് പറഞ്ഞാൽ ഇപ്പം മനസ്സ് ശുദ്ധമായ ഞാൻ ചെയ്താലോ നിങ്ങൾ ചെയ്താലോ, ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓടിച്ചെന്ന് ചെയ്യുകയല്ല. ഇതിനൊരു ഒരു ഒരു 10-15 വർഷം അല്ലെങ്കിൽ 16 വർഷം ഇതിൻ്റെ പിറകെ നടന്ന്, ഒരു വ്യാഴവട്ടം ഇതിൻ്റെ പിറകെ നടന്ന് അലഞ്ഞ് ഇതിനെക്കുറിച്ച് പഠിച്ച് ഇതിൻ്റെ നല്ലതും ചീത്തയൊക്കെ പഠിച്ചിട്ട് ഒരു ഉപാസകന് ഒരു മാനസിക വിഷമം ഉണ്ടായാൽ തിരിച്ച് ദുരിതമൊക്കെ കാണുന്നുണ്ട്. പലർക്കും കാണുന്നുണ്ട്. എങ്ങനെ അതിപ്പോൾ ഇദ്ദേഹം ചെയ്തതാണോ ചെയ്തില്ലാണോ അതൊന്നും നമുക്കറിയില്ല. ഇത് കാണുന്നുണ്ട്. അപ്പം ഒരു ദേവത ആ ഉപാസകനെ സംരക്ഷിക്കാറുണ്ട്. ഇപ്പോൾ ഒരാൾ കുറ്റി അടിച്ചാൽ നടക്കുമെന്ന് ചോദിച്ചാൽ ഈ പിന്നെ നമ്മുടെ വനവാസി അവർ ചെയ്യുന്നത് ഫലിക്കാറുണ്ട്. കാരണം അവർ മനസ്സിനകത്ത് ഒരു കള്ളവുമില്ല. ഇപ്പോൾ ഒരാളെ ദ്രോഹിക്കണം അങ്ങനെ അവരോട് ചെയ്യുന്നു, അവരുടെ ദേവന് വേണ്ടി അവരത് ചെയ്യുന്നു. അത്രമാത്രം അവർ ചെയ്യുന്നു. അവരങ്ങ് അടിച്ച് വെക്കുന്നു. ഇവന് വരണം. അവർ ഈ പറയുമ്പം പോലും നമ്മുടെ തന്നെ ചില സുഹൃത്തുക്കളുണ്ട്, അവർ പറയുമ്പം പോലും കള്ളമില്ല എന്നുള്ളതാണ്. അങ്ങനെ പറയുന്നവരുണ്ട്. ചില പാവയില് ആണി അടിക്കുക, അങ്ങനെ ചില കർമ്മങ്ങളൊക്കെ ചെയ്യുമ്പോൾ അല്ല അത് ചില വ്യക്തികൾക്ക് ഇപ്പം ഈ കൈ കേന്ദ്രീകരിച്ചടിക്കുമ്പോൾ കൈ വേദനിക്കുന്നു, അല്ലെങ്കിൽ ഈ കൈ എനിക്ക് അനക്കാൻ വയ്യ, തല ഭയങ്കരമായിട്ട് വേദനിക്കുന്നു എന്നൊക്കെ പറയുന്ന. അല്ല, ഇതിനകത്ത് നമ്മൾ തന്നെ ഈ പിന്നെ ശിവന്റെ തന്നെ ചില മന്ത്രങ്ങളിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ അസ്ത്രമന്ത്രങ്ങളുണ്ട്. അസ്ത്രമന്ത്രങ്ങൾ എന്ന് പറയുന്ന മന്ത്രങ്ങൾ എടുത്തു വെച്ച് നമ്മൾ ഒരാൾക്കെതിരെ ഉപയോഗിച്ചാൽ അത് പറയുമ്പോൾ അത് ഇതൊക്കെ ജപം വേണം. ഞാൻ പ്രത്യേകിച്ച് പറയുന്നു, നാളെ വെച്ച് ഉപയോഗിച്ചാൽ ഇത് ഫലിക്കില്ല. എങ്ങനെ ഈ അസ്ത്രമന്ത്രങ്ങൾ, പാശുപതാസ്ത്രം, അതിലൊരു ചെറിയ മന്ത്രമുണ്ട്, അതല്ല പാശുപതം വലിയ മന്ത്രമുണ്ട്. ഈ പാശുപത മന്ത്രം ഉപയോഗിക്കേണ്ടവൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ശത്രുവിന് ദുരിതം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. കാരണം കാലാതികാലൻ്റെ കയ്യിലിരിക്കുന്ന അസ്ത്രത്തെയാണ് പാശുപതം, ശിവനെയാണ്, കാലാതികാലനാണ് ഈ അസ്ത്രം. അത് അത് ഈ ചെറിയ മന്ത്രമുണ്ട്, ഒരുപാട് മന്ത്രങ്ങളുണ്ട്, അതൊന്നുമല്ല. ഇതിന് വേണ്ടി ചില മന്ത്രങ്ങൾ താളിയോരകളിലുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫലിക്കാറുണ്ട് എന്ന് പറയപ്പെടുന്നു. ആ മന്ത്രത്തിൻ്റെ പ്രയോഗത്തിൽ തന്നെ അതാണ് വിധി. എങ്ങനെ അവൻ്റെ നാഡി ഞരമ്പുകളെ കെട്ടുക, അങ്ങനെ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. എങ്ങനെ 64 കലജ്ഞത്തെ കെട്ടുക, കലജ്ഞം എന്നൊക്കെ പറഞ്ഞ് പഴയ വാക്കുകളാണ്, തമിഴ് വാക്കുകളാണ്, കെട്ടുക എന്ന് പറഞ്ഞൊക്കെ ഇത് കിടക്കാം. നമ്മൾ ഈ എടുത്തു വെച്ച് മറിച്ച് നോക്കുമ്പോൾ ഗ്രന്ഥങ്ങളിൽ കിടക്കാറുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എന്നുള്ള കളരി പോലെ, കളരിയുടെ എല്ലാ സമ്പ്രദായങ്ങളും അതിനകത്ത് പറഞ്ഞു പോകും. ഇത് പാശുപത മന്ത്രമാണ്. പാശുപത മന്ത്രം, ശിവന്റെ കയ്യിരിക്കുന്ന അസ്ത്രമാണ് പാശുപതം. അത് പാശുപത മന്ത്രം കൊണ്ട് പിന്നെ ബ്രാഹ്മിൻസ് ഒരുപാട് പാശുപത മന്ത്രം ഒരു പൂജ ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയൊരു മന്ത്രം, ഒരു ചെറിയൊരു വേടാണ്. മറ്റേ ഇത് അങ്ങനെയല്ല, ഇത് ഒരു ഏകദേശം ഒരു പേജ് തന്നെ ഉണ്ടെന്നുള്ളതാണ്. അങ്ങനെയുള്ള വലിയ മന്ത്രങ്ങളുണ്ട്. അപ്പോൾ ഇതെടുത്ത് വെച്ചാൽ ഉപയോഗിച്ചാൽ ഫലിക്കുമെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പം ഈ ദൃഷ്ടിദോഷമൊക്കെ കറക്റ്റ് ആണെങ്കിൽ ഇപ്പൊ ഒരാൾ ദൃഷ്ടി വെട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല കേട്ടോ. അപ്പം ദൃഷ്ടിദോഷത്തിന് നമ്മളെ ഇങ്ങനെ ഇത് കിട്ടുമല്ലോ. അല്ല, ഇപ്പോഴേ ഒരുപാട് ദൃഷ്ടിദോഷം, ഈ ദുരിതം, ഇതിനോടൊന്നും എനിക്ക് വിശ്വാസം. അത് ടി വിയിൽ പരസ്യം വരെ എനിക്കറിയില്ല, ടി വിയിൽ പരസ്യം വരെ സമ്മതിക്കാം. പക്ഷേ ഇതിനോടൊന്നും എനിക്ക് വിശ്വാസം. ഈ ദൃഷ്ടിദോഷം ഞാൻ പറയാം, നമ്മളിത് മന്ത്രം പഠിച്ചുകൊണ്ടായിരിക്കാം. ഇത് ദൃഷ്ടിദോഷം ചിലരെ കൊണ്ടാകും, ചില കമ്പീർ ദോഷം, നാവീർ ദോഷം, ഇതൊക്കെ ഫലിക്കും. അതിന് ഇന്ന മന്ത്രങ്ങൾ ഫലിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഗുരുനാഥൻ ഈ ഒരു മന്ത്രങ്ങൾ എടുത്തു വെച്ചിട്ട് പറഞ്ഞു, എടാ നീ വേറെ എടുത്തിട്ട് പോടേന്നാണ് പറഞ്ഞു. ഒരു മന്ത്രവാദി ഇത് ഉപയോഗിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഒരു യഥാർത്ഥ മന്ത്രവാദി ഈ കൊതിക്കോതുക എന്നൊക്കെ പറയുന്നത്, കൊതിക്കോതുക, ഈ കണ്ണേറ്, നാവേറ്, ഈ മറ്റേ ഈ ഒരു ചെറിയ ചെറിയ പരിപാടികൾ ചെയ്യരുത്. അതിന് മറ്റൊരു സമുദായം തന്നെയുണ്ട്. ഈ നമ്മൾ ഈ ശബരിമലയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പേര് പറകുട്ടി, അത് അവരുടെ വഴിയാണ്. ഇതിന് ഓരോന്നിനും ഓരോന്ന് കിടപ്പുണ്ട്. അല്ല, നമ്മൾ വിചാരിക്കുമ്പോൾ എല്ലാവർക്കും എല്ലാം ചെയ്യാമെന്നുള്ളതല്ല. സന്യാസി ഇപ്പോൾ ഇവിടെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ പിന്നെ ഒരു ക്ഷേത്ര പൂജാരി ആയിക്കഴിഞ്ഞാൽ അവന് മന്ത്രവാദം ചെയ്യാമെന്നാണ്, പൂജ ചെയ്യാമെന്നാണ്. അവൻ ക്ഷേത്രപൂജ മാത്രമാണ് പഠിച്ചിട്ടുള്ളത്. അതിലുള്ള ചില കളങ്ങളോ സംവിധാനങ്ങളോ ഇട്ട് കഴിഞ്ഞാൽ മന്ത്രവാദമായി എന്നാണ് ഇവർ പറയുന്നത്. ഇത് വേറെ വഴിയാണ്. അപ്പോൾ ഈ ചില ക്ഷേത്രങ്ങളിൽ അങ്ങ് അത് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്, പോറ്റിമാർ ഇറങ്ങി വന്ന് ചിലപ്പോൾ ഭസ്മം തൊടാറുണ്ട്. ഈ മാനസിക നിലയൊക്കെ ഒന്ന് ശരിയാവാൻ വേണ്ടിയിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ചിലപ്പോൾ അവരൊന്നൊരു കാശിന് വേണ്ടിയിട്ടൊന്നും ആയിരിക്കും. അല്ല, അതെന്താ നമ്മുടെ ക്ഷേത്രത്തിനകത്ത് ചെയ്യുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ, ക്ഷേത്രം എന്ന് പറയുമ്പോൾ ഒരു ദേവത എവിടെ ഇരിപ്പുണ്ട്, നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ദേവത. അത് നൂറ്റാണ്ടുകളായിട്ട് ആ ചൈതന്യത്തെ ഈ പോറ്റിമാരാണെങ്കിലും തന്ത്രിമാരാണെങ്കിലും മന്ത്രങ്ങളും തന്ത്രങ്ങളും പൂജകളും കൊണ്ട് അതിലേക്ക് പോസിറ്റീവ് എനർജി നിറച്ച് വെച്ചിരിക്കുകയാണ്. അതിനൊരു കണക്കുണ്ട്. ഒരു യഥാർത്ഥ ക്ഷേത്രം ഒരു മനുഷ്യൻ്റെ കിടക്ക് പോലെയാണ്. ഒരു മനുഷ്യൻ നൂന്ന് നിവർന്ന് കിടക്കുന്ന രീതിയാണ്.
ക്ഷേത്രത്തിന് കറക്റ്റ് തച്ചുണ്ട്, കണക്കുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ദുരിതങ്ങൾ മാറ്റാനുള്ള ചൈതന്യത്തിന് കഴിവുണ്ടെന്നുള്ളതാണ്. അല്ലാതെ ഈ നമ്മൾ ഈ പറയുന്ന പോറ്റിയുടെ കഴിവല്ലേ, ആ ചൈതന്യത്തെ സാക്ഷ്യപ്പെടുത്തിയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. ആ ചൈതന്യത്തിൻ്റെ കഴിവാണ്. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ശബരിമല തന്നെ ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് എത്രയോ ലക്ഷം പേരാണ് അയ്യപ്പ അയ്യപ്പ അല്ലെങ്കിൽ സ്വാമി എന്ന് പറഞ്ഞ് മന്ത്രം ജപിക്കുന്നത്. ഇതെല്ലാം ഒന്നിലേക്കല്ലേ പോകും, ഒരു ബിന്ദുവിലേക്കല്ലേ. അപ്പം നമ്മളൊരു മഹാക്ഷേത്രമാകട്ടെ, ചെറിയ ക്ഷേത്രമാകട്ടെ, ഒരു 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 ക്ഷേത്രത്തിലേക്ക് ചെന്ന് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതാണ് ഫലിക്കുന്നത്. ഇവർ പലരും പറയുന്നത് കറക്റ്റായിട്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഫലിക്കും. ചെറിയ ചെറിയ കാര്യത്തിന് അത് മതി, അതിനകത്ത് മാറിയിരിക്കും. കാരണം ഒന്ന് ഇത് വരുന്നവരുടെ വിശ്വാസം, ആ ദേവനോടുള്ള അമിതമായ വിശ്വാസം, പിന്നെ അവിടെ ഇരിക്കുന്ന ആ ഉപാസകൻ്റെ, ആ പൂജ ചെയ്യുന്ന ആളിൻ്റെ കറക്റ്റായിട്ടുള്ള മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ അംശം കൊടുത്ത് അവിടെ പൂജ നടത്തുന്നത് ഓരോരുത്തർ ചെല്ലുമ്പോഴും അതിൽ നിന്ന് തിരിച്ചു വരുന്ന ഒരവസ്ഥ, ഇതെല്ലാം കൂടെ കറക്റ്റ് വരുമ്പോഴാണ് നമ്മുടെ ദുരിതങ്ങൾ മാറിപ്പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യത്തെ ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. കുട്ടിച്ചാത്തൻ സേവ ചെയ്തതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, ചാത്തൻ സേവ നമ്മൾ ശാസ്താവിനെ പൂജിച്ചുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മൾ ശബരിമല ശാസ്താവിനെ കുറിച്ച് പറയുന്നത് കരിങ്കുട്ടിച്ചാത്തൻ എന്നാണ്. അത് ദ്രാവിഡ ദൈവമാണെന്നും അത് കരിങ്കുട്ടിച്ചാത്തനെന്നും ഒന്നൊരു പറയപ്പെടുന്നുണ്ട്. പലരും പറയുന്നുണ്ട് അത് ശരിയല്ല, ശാസ്താവാണ്, പരശുരാമൻ പ്രതിഷ്ഠിച്ച വനശാസ്താവുകളിൽ ഒന്നാണെന്നും പറയപ്പെടുന്നുണ്ട്. നമ്മൾ അതുപോലെ കാണാം. പക്ഷേ ഇതെന്താണെങ്കിൽ ഈ ഒരു ചൈതന്യമുണ്ട് എന്ന് ഈ ഉപാസിക്കുന്ന എല്ലാവരും പറയുന്നുണ്ട്. അതിനെ ഞാൻ തള്ളി പറയുന്നില്ല. ഒരു വിശ്വാസിയായ ഞാൻ അതിനെ തള്ളി പറയുന്നത് ശരിയല്ല. അങ്ങനെ ഒരു വിശ്വാസിയായ ഞാൻ അത് ശരിയല്ല എന്ന് പറയുന്നത് ശരിയാണോ? ഇല്ല ഇല്ല ഇല്ല. ഈ രൂപം ഉള്ളതാണ്. രൂപം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഈ കുട്ടിശാസ്താവിന് അല്ല, ഇത് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ മന്ത്രങ്ങൾ ഇപ്പം താളിയോലകളിലുള്ള മന്ത്രങ്ങൾ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഇത്ര പൊക്കം, ഇത്ര ഉയരം. വടുക ശാസ്ത്ര, വടുകൻ, പൊക്കം കുറഞ്ഞവൻ എന്നാണ് ഇതിന്. അല്ലാതെ ഇതിന് ഇത്ര പൊക്കം അങ്ങനെയൊന്നുമല്ല. ഇതിന് ചിലർ പറയുന്നുണ്ട്, പിന്നെ കുറേ പേരുകൾ പറയുന്നുണ്ട്, ഇതിന് പിന്നെ സഹസ്രനാമങ്ങൾ പറയുന്നുണ്ട്. അങ്ങനെ ഇതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. ഇന്ന പേരുണ്ട് 390. ഒരു അമ്മ പ്രസവിച്ച 390 മക്കൾ. അതിൽ ആദ്യത്തെ ഉള്ളയാളും അവസാനത്തെ ഉള്ളയാളും. ആദ്യത്തെ ഉള്ളയാൾ കരിങ്കുട്ടി ശാസ്താവും അവസാനത്തെ ആൾ പൊന്നുണ്ണി വിഷ്ണുമായി. ഇതിൻ്റെ ഇടയിൽ എത്ര പേരുണ്ടെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷേ ഈ ഒരു സമ്പ്രദായം പറയാം. ഇതിന് ഓരോ പേരുണ്ട്. ഇതിപ്പോൾ ഞാനിത് ഉപാസകനല്ല, അതുകൊണ്ട് ഞാനിതിൻ്റെ ഓരോ പേരും തേടി പോയിട്ടില്ല. പക്ഷേ എൻ്റെ ഗുരുനാഥന്മാർ ഞാനുമായി സംസാരിച്ച ഇതുള്ളത് പറഞ്ഞു, ഇത് 390 പേരുണ്ട്, ഇത് നല്ല ചൈതന്യമാണ്, വേണമെങ്കിൽ ആളെയൊക്കെ കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട്. എന്ത് വന്നാലും ശരി, ലോകത്ത് നല്ലത് നടക്കട്ടെ, അതാണ് നന്മ ഉണ്ടാവട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഇത് നന്മ ഉണ്ടാക്കാൻ കഴിയുന്ന പോസിറ്റീവ് എനർജി തന്നെയാണ്. നമ്മുടെ കയ്യിലിരിക്കുന്ന പിച്ചാത്തി നമുക്ക് കോഴി മുറിക്കണമോ പിച്ചിപ്പൂ വെട്ടണമോ എന്ന് നമുക്ക് തീരുമാനിക്കാം. തീർച്ചയായിട്ടും. അപ്പം കോഴി വെട്ടിക്കഴിഞ്ഞാൽ എന്തുണ്ടാവും? രക്തത്തിൻ്റെ മണം വരും. പിച്ചിപ്പൂവിനെ നമ്മൾ അറുത്തിട്ട് നമ്മൾ മണപ്പിച്ചാൽ പിച്ചിപ്പൂവിൻ്റെ മണം ഉണ്ടാവും. ഇതെന്തായിരുന്നാലും കയ്യിരിക്കുന്ന പിച്ചാത്തി പോലെയാണ്, ടൂളാണ്. അതുപോലെയാണെന്നാണ് എൻ്റെ വിശ്വാസം.